ഇന്ന് നമുക്ക് കോർട്ട് എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ചന്ദ്രശേഖർ എന്നൊരു പയ്യൻ പോക്സോ കേസിൽ അകത്തായിരിക്കുകയാണ്. 78 ദിവസം ബെയിൽ പോലും കിട്ടാതെ അവൻ റിമാൻഡിലാണ്. എല്ലാ തെളിവുകളും സാക്ഷികളും ചന്ദ്രശേഖരനെതിരാണ്. ഒരിക്കലും അവൻ പുറത്തിറങ്ങത്തേയില്ല. ഏകദേശം ഒരു 10-14 വർഷം അവൻ അകത്ത് കിടക്കാനുള്ള എല്ലാ കുറ്റങ്ങളും അവനുമേൽ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ ജഡ്ജിമെന്റ് ആകുവാനായിട്ട് വെറും 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു ജൂനിയർ ലോയർ ആയിട്ടുള്ള തേജ, അത് നമ്മുടെ കഥാനായകൻ, ആ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. സീനിയർ വക്കീലന്മാർ എല്ലാം തൊടാൻ പേടിക്കുന്ന പോക്സോ കേസ് ദേ ഇപ്പോൾ ജൂനിയർ വക്കീലായിട്ടുള്ള തേജ ഏറ്റെടുത്തിരിക്കുന്നു. തേജയ്ക്ക് ആ ഒരു കേസിൽ ജയിക്കാനായി പറ്റിയോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കോർട്ടാണ്. പോക്സോ കേസിൽ അകത്തായി 78 ദിവസമായിട്ടും ബെയിൽ പോലും കിട്ടാതെ കിടക്കുകയാണ് ചന്ദ്രശേഖർ. ചന്ദ്രശേഖറിനെതിരായിട്ട് വാദിക്കുവാനായി എത്തിയിരിക്കുന്നത് ദാമു എന്ന വക്കീലാണ്. അത്യാവശ്യം പേര് കേട്ട ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ് ഈ ദാമു. ദാമു പറയുന്നത്, ഇങ്ങനെയുള്ളവന്മാരെ ഒരിക്കലും പുറത്തുവിടരുത്. പെൺകുട്ടികൾക്ക് ആപത്താണ്. അതുകൊണ്ട് ഇവന് കഴിയാവുന്നത്ര ശിക്ഷ കൊടുക്കണമെന്നും ദാമു വക്കീല് വാദിക്കുന്നു. എങ്ങനെ പോയാലും 10-14 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുകളെല്ലാം ചുമത്തിയാണ് ദാമു വക്കീല് വാദിക്കുന്നതും. അങ്ങനെ ഫൈനൽ ജഡ്ജിമെന്റ് 3 ദിവസത്തിനകം നടക്കും. പോക്സോ കേസിൽ അകത്തായി കഴിഞ്ഞാൽ ചന്ദ്രശേഖറിന് ഇനിയൊരു ഭാവിയില്ല. അവന്റെ ജീവിതം അവിടെ തീരുകയാണ്. അച്ഛനും അമ്മയും അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, തന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആരും അത് കേൾക്കുവാനും കൂട്ടാക്കുന്നതുമില്ല. ചന്ദ്രശേഖരന്റെ അച്ഛനും അമ്മയും കൂലിവേല ചെയ്താണ് ജീവിക്കുന്നതും. അവിടെയുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ മകളെ റേപ്പ് ചെയ്ത് എന്ന കേസിലാണ് ദേ ഇപ്പോൾ ചന്ദ്രശേഖർ അകത്തായിരിക്കുന്നതും. കോടതിക്ക് പുറത്തായിട്ട് ചന്ദ്രശേഖരന്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. അവിടെയുള്ള വക്കീലന്മാരെ എല്ലാം ചെന്ന് കണ്ടിട്ട്, ഞങ്ങളുടെ ഫ്രണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവനെ ആരോ കുടുക്കിയതാണ്, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും വക്കീലന്മാരോട് പറയുന്ന സമയത്ത് ഒരു വക്കീൽ പറയുന്നത്, ഈ ഒരു കേസിന് ഓപ്പോസിറ്റായിട്ട് വാദിക്കുന്നത് ദാമു വക്കീലാണ്. അപ്പോൾ കേസ് കുറച്ച് കടുക്കും. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാനൊരു വക്കീലിനെ പറഞ്ഞു തരാം, മോഹൻ റാവു. ഏത് കേസും വാദിച്ച് ജയിക്കുവാനായിട്ട് മോഹൻ റാവുവിന് കഴിയും. ദേ, മോഹൻ റാവുവിന്റെ ജൂനിയർ ആയിട്ടുള്ള തേജയുടെ നമ്പറായത്, ഇതിൽ വിളിച്ചു നോക്കിയാൽ മതി, മോഹൻ റാവുവിനെ കോണ്ടാക്ട് ചെയ്യാനാകുമെന്നും ആ ഒരു വക്കീൽ പറഞ്ഞു. അതനുസരിച്ച് ചന്ദ്രശേഖരന്റെ കൂട്ടുകാരാണെങ്കിൽ തേജയെ വിളിക്കുകയാണ്. ഈ തേജയാണ് നമ്മുടെ കഥാനായകൻ. വർഷങ്ങളായിട്ട് തേജ മോഹൻ റാവുവിന്റെ ജൂനിയർ ആയിട്ടാണ് നിൽക്കുന്നതും. ഒരു പെറ്റി കേസ് പോലും വാദിക്കുവാനായിട്ട് മോഹൻ റാവു തേജയെ സമ്മതിച്ചിട്ടില്ല. ഒരു വർക്ക് പോലും അവന് കൊടുത്തിട്ടുമില്ല. ഡോക്യുമെന്റ് വർക്കുകൾ മാത്രമാണ് തേജയെ കൊണ്ട് ചെയ്യിക്കുന്നതും. തേജയ്ക്ക് അതിനു വേണ്ടിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാണ് മോഹൻ റാവു പറയുന്നതും. എന്നാൽ തേജയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം. കാരണം താനൊരു വക്കീലായിട്ട് പോലും നല്ലൊരു കേസ് പോലും വാദിക്കുവാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു കേസ് വാദിച്ച് തന്റെ കഴിവ് തെളിയിക്കണമെന്നാണ് തേജയുടെ ആഗ്രഹവും. അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനിലിരിക്കുന്ന സമയത്തായിരുന്നു ചന്ദ്രശേഖരന്റെ കൂട്ടുകാർ തേജയെ വിളിക്കുന്നതും. തേജയോട് കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ വന്ന് കാണുവാനായിട്ടും തേജ പറഞ്ഞു. അങ്ങനെ ചന്ദ്രശേഖരന്റെ കൂട്ടുകാരാണെങ്കിൽ കേസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് തേജയുടെ അടുത്തേക്ക് എത്തി. തേജയാണെങ്കിൽ ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് വാങ്ങി വായിച്ചു നോക്കുകയാണ്. തേജ കേസ് ഫയൽ വായിക്കുന്നതിലൂടെ ചന്ദ്രശേഖരന്റെ മേൽ എന്തൊക്കെ കുറ്റങ്ങളാണ് ചാർത്തിയിരിക്കുന്നതെന്നും തേജയ്ക്ക് മനസ്സിലാകുന്നു. ആരാണ് ചന്ദ്രശേഖർ? എന്തിനായിരിക്കും ചന്ദ്രശേഖരന്റെ മേൽ ആ ഒരു പൊളിറ്റീഷ്യൻ ഇത്രയും വലിയ കുറ്റം ചുമത്തി അവനെ അകത്താക്കിയിരിക്കുന്നത്? അവൻ യഥാർത്ഥത്തിൽ നിരപരാധിയാണോ എന്നൊക്കെയാണ് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴി കാണിക്കുന്നത്. ഈ ചന്ദ്രശേഖരന്റെ അച്ഛനും അമ്മയും കൂലിവേല ചെയ്യുന്നവരാണെന്ന് പറഞ്ഞല്ലോ. ചന്ദ്രശേഖരന്റെ അമ്മ ഈ തുണികളൊക്കെ തേച്ചു കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നതും. ചന്ദ്രശേഖരന്റെ അച്ഛൻ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്യുന്നതും. ചന്ദ്രശേഖർ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സിം കാർഡ് വിൽക്കുക, കാറ്ററിംഗ് ജോലി ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്താണ് ജീവിക്കുന്നതും. പക്ഷെ ചന്ദ്രശേഖരന്റെ അച്ഛന് അതൊട്ടും ഇഷ്ടമല്ല. പഠിച്ചു കഴിഞ്ഞിട്ട് പഠിപ്പിനകത്ത് ജോലി ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത്. എന്നാൽ ചന്ദ്രശേഖരനാണെങ്കിലും എങ്ങനെയെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവസാനം വലിയൊരു ബിസിനസ്സുകാരനായി മാറുക, ഇത് തന്നെയാണ് അവന്റെ ആഗ്രഹവും. ചന്ദ്രശേഖരന്റെ വീടിനടുത്ത് ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ജാബിലി എന്ന പെൺകുട്ടി. ഈ ജാബിലി ആ നാട്ടിലെ തന്നെ പേര് കേട്ട പൊളിറ്റീഷ്യന്റെ ഫാമിലിയിലുള്ളതാണ്. ജാബിലിയുടെ മാമനാണ് മങ്കാപതി. ഈ മങ്കാപതിയാണ് ആ നാട്ടിലെ പേര് കേട്ട പൊളിറ്റീഷ്യനും. ഈ മങ്കാപതിക്ക് ഒരു സ്വഭാവമുണ്ട്. അവരുടെ ഫാമിലിയിലുള്ള എല്ലാ സ്ത്രീകളും മങ്കാപതി പറയുന്നതിനപ്പുറം പോകാൻ പാടില്ല. മാത്രമല്ല, അവരുടെ ഫാമിലിയിൽ ഒരു പെൺകുട്ടി ബർത്ത്ഡേ പാർട്ടിക്ക് സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടതിന് മങ്കാപതി ഒരുപാട് പ്രശ്നമുണ്ടാക്കി. നമ്മുടെ കുടുംബത്തിന് ഒരു മര്യാദയുണ്ടെന്നും അത് മറികടന്ന് ഒരാളെങ്കിലും അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് മങ്കാപതി പ്രശ്നമുണ്ടാക്കുന്നതും. ജാബിലിയുടെ അച്ഛൻ കുട്ടിക്കാലത്തെ മരിച്ചു.
ജാബിലിയുടെ അമ്മ പേടിച്ചാണ് ആ വീട്ടിൽ ജീവിക്കുന്നതും. ചുരുക്കം പറഞ്ഞാൽ ഒരു അടിമ ജീവിതം. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള, ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാമനയ്ക്കുള്ള വീട്ടിലുള്ള ജാബിലിയാണെങ്കിൽ സെക്യൂരിറ്റിയുടെ മകനായിട്ടുള്ള ചന്ദ്രശേഖരനെ പ്രണയിക്കുവാനായി ആരംഭിക്കുന്നു. അവൾക്ക് ചന്ദ്രശേഖരനോട് ഇഷ്ടമുള്ളത് അവനും മനസ്സിലായി. അങ്ങനെ ആദ്യമൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും പിന്നീട് ഫോൺ നമ്പറൊക്കെ കൈമാറി ഫോൺ വിളിക്കുവാനൊക്കെ ആരംഭിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇവരുടെ പ്രണയം സ്ട്രോങ് ആയി മാറുകയാണ്. അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചന്ദ്രശേഖർ തന്റെ അമ്മയ്ക്കും അനുജത്തിക്കും ജാബിലിയെ പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജാബിലിയെ കണ്ടതും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ ചന്ദ്രശേഖരന്റെ പ്രണയത്തെ പറ്റിയൊന്നും അച്ഛൻ അറിയത്തില്ല. അച്ഛൻ ചോറ് കഴിക്കുവാനായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയമായപ്പോഴേക്കും ചന്ദ്രശേഖർ ഉടനെ തന്നെ ജാബിലിയെ തന്റെ വീടിനുള്ളിലാക്കി ഒരു റൂമിലിട്ട് പൂട്ടും. എന്നിട്ട് അവൻ പുറത്തേക്കും വരും. അപ്പോഴേക്കും അച്ഛൻ ആഹാരം കഴിക്കുവാനായിട്ടും എത്തിയിരുന്നു. അച്ഛൻ അകത്തിരുന്നല്ല ആഹാരം കഴിക്കുന്നത്, പുറത്തിരുന്നാണ്. എന്നത്തെയും പോലെ പുറത്തിരുന്ന് ആഹാരം കഴിക്കുവാനായി ആരംഭിക്കും. അതേ സമയം തന്നെയായിരുന്നു മങ്കാപതിയുടെ കാറ് അവിടേക്ക് വരുന്നതും. മങ്കാപതി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. ജാബിലിയും ചന്ദ്രശേഖറും തമ്മിൽ പ്രണയത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മങ്കാപതി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് വരുന്നതും, അതും പോലീസുമായിട്ട്. എന്നിട്ട് വീടിനകത്തേക്ക് കയറിയിട്ട് റൂമിൽ നിന്നും ജാബിലിയെ പിടിച്ച് പുറത്തിറക്കുന്നു. അവളെ തല്ലുകയും അവളെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു. മാത്രമല്ല ചന്ദ്രശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ജാബിലിയെ കടത്തിക്കൊണ്ടുപോയി റൂമിനുള്ളിൽ പൂട്ടിയിട്ടു എന്ന കേസിനാണ് ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. ചന്ദ്രശേഖരന്റെ അച്ഛനും അമ്മയും മങ്കാപതിയുടെ കാലിൽ വീണ് കെഞ്ചിയിട്ട് പോലും മങ്കാപതി കേൾക്കുവാനെയും കൂട്ടാക്കുന്നില്ല. അങ്ങനെ ചന്ദ്രശേഖരനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അതേസമയം തന്നെ മങ്കാപതിക്ക് വേണ്ടിയിട്ട് ദാമു എന്ന ക്രിമിനൽ ലോയറും എത്തുകയാണ്. ദാമു ചന്ദ്രശേഖരനെതിരായിട്ട് ഒരുപാട് വകുപ്പുകളൊക്കെ ചുമത്തും. അവസാനം പോക്സോ കേസും കിടക്കട്ടെ എന്നും പറയുകയാണ്. അതെന്തെന്നാൽ ജാബിലിക്ക് 17 വയസ്സും 6 മാസവും ആയതേയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായില്ല. അതുകൊണ്ട് തന്നെ പോക്സോ കേസും ചുമത്തുകയാണ്. പോക്സോ കേസ് എന്ന് പറഞ്ഞതും അവിടെയുള്ള പോലീസുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, ആകെ ആ പയ്യന് 19 വയസ്സല്ലേ ആയുള്ളൂ, അവനെ ഒന്ന് പറഞ്ഞ് വിരട്ടി വിട്ടാൽ പോരെ, പിന്നെ എന്തിനാ പോക്സോ കേസൊക്കെ ചുമത്തുന്നത് എന്ന് പറയുമ്പോൾ മങ്കാപതി പറയുന്നത്, അവനെ അങ്ങനെ തന്നെ ചെയ്യണം. ഇനി എന്റെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടികളെയും മറ്റുള്ള ആൺകുട്ടികൾ നോക്കാനായിട്ട് ധൈര്യപ്പെടരുത്. നോക്കിക്കഴിഞ്ഞാൽ അവനും ഇതേ ഗതി തന്നെ ആയിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാകണം. അതുകൊണ്ട് ഇവന്റെ പേരിൽ പോക്സോ കേസ് തന്നെ ചുമത്തണമെന്നും മങ്കാപതി പറയുകയാണ്. അങ്ങനെയാണ് ചന്ദ്രശേഖരന്റെ മേൽ പോക്സോ കേസ് ചുമത്തിയതും. ചന്ദ്രശേഖർ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് മങ്കാപതിയുടെ ആവശ്യവും. എന്നിട്ട് ചന്ദ്രശേഖരന്റെ അച്ഛനോടും അമ്മയോടും മറ്റു പോലീസുകാരെ കൊണ്ട് പറയിക്കും ചന്ദ്രശേഖരനെ ഒന്ന് വിരട്ടിയിട്ട് പറഞ്ഞുവിടും, ഉടനെ തന്നെ പറഞ്ഞുവിടുമെന്നും മങ്കാപതി പറയിക്കുന്നു. വീട്ടുകാരും അങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം രാത്രി ചന്ദ്രശേഖരനെ പോലീസുകാരെല്ലാവരും ചേർന്ന് കൈകാര്യം ചെയ്യുകയാണ്. എന്നിട്ട് അന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. 15 ദിവസത്തേക്ക് ചന്ദ്രശേഖരനെ പുറം ലോകം അവർ കാണിച്ചിട്ടില്ല. എന്നിട്ടാണ് അവർ കോർട്ടിൽ ഹാജരാക്കിയിരിക്കുന്നതും. ഓരോ തവണ കേസ് നടക്കുമ്പോഴും ദാമു വക്കീല് ഓരോരോ കള്ളസാക്ഷികളെ ഹാജരാക്കിക്കൊണ്ടേയിരുന്നു. ചന്ദ്രശേഖരന് വേണ്ടി വാദിക്കാനെത്തിയ വക്കീലും നന്നായിട്ട് വാദിക്കുന്നതേയില്ല. ദാമു വക്കീൽ അയാളെയും ഒതുക്കിയിരുന്നു. ചന്ദ്രശേഖരന് മാക്സിമം ശിക്ഷ വാങ്ങി കൊടുക്കുവാനായിട്ട് ഞാനും കൂടെ ഉണ്ടാകുമെന്നും ചന്ദ്രശേഖരന്റെ വക്കീൽ ദാമു വക്കീലിനോട് പറയുന്നു. അത്രയ്ക്കും വേണ്ടിയിട്ട് ചന്ദ്രശേഖരന്റെ വക്കീലിനെ ദാമു വക്കീൽ മാറ്റിയിരുന്നു. മാത്രമല്ല ദാമു വക്കീൽ ഓരോ തവണയായിട്ടും ഓരോരോ കള്ളസാക്ഷികളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ. ദാമു വക്കീൽ വാദിക്കുന്നത്, ഈ ചന്ദ്രശേഖർ ജാബിലിയുടെ മോശമായിട്ടുള്ള ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു വെച്ചിട്ട് അവളെ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്താണ് ചന്ദ്രശേഖർ തന്റെ വീട്ടിലേക്ക് ജാബിലിയെ വിളിച്ചു വരുത്തിയതും. എന്നിട്ട് ഒരു കൂട്ടുകാരനെ കൊണ്ട് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നും കോണ്ടോം വാങ്ങിയിരുന്നു. അതിന് തെളിവായിട്ട് ആ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഓണറെയും ദാമു വക്കീൽ കൊണ്ടുവരികയാണ്. അതെല്ലാം കാണുന്നതും ചന്ദ്രശേഖറും വീട്ടുകാരും ഒക്കെ ഞെട്ടിപ്പോവുകയാണ്. മാത്രമല്ല ആ നാട്ടിലുള്ള 3 പേരെ കൂടി ദാമു വക്കീൽ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു സാക്ഷി പറയുന്നതിനായിട്ട്. അവർ 3 പേരും അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് ജാബിലിയെ ചന്ദ്രശേഖർ ബൈക്കിൽ കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. ജാബിലി വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയാണെന്നും അവൾ പേടിച്ചു വിറച്ചാണ് ആ ബൈക്കിലിരുന്നതെന്നും 3 പേരും മൊഴി കൊടുക്കുകയാണ്. ജാബിലിയെ കോടതിയിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് ദാമു വക്കീൽ ഒരു കളി കൂടി കളിക്കും. ഒരു ഡോക്ടറിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്നും ജാബിലിയെ പിടിച്ചുകൊണ്ടു പോയതിനു ശേഷം ഈ ഡോക്ടറാണ് ജാബിലിയെ ചികിത്സിച്ചതും. അവൾ ക്രൂരമായിട്ട് റേപ്പിനിരയായിട്ടുണ്ട്. മാത്രമല്ല അവളുടെ ഫോട്ടോയും വീഡിയോയും എടുത്തു വെച്ച് ചന്ദ്രശേഖർ ബ്ലാക്ക്മെയിൽ ചെയ്തതിൽ അവൾ വല്ലാത്തൊരു ട്രോമയിലേക്ക് പോയിരിക്കുകയാണ്. അവൾക്ക് ബൈപോളാർ ഡിസോർഡറും ബാധിച്ചിരിക്കുകയാണെന്നും ഡോക്ടർ കള്ളസാക്ഷി പറയുന്നു.
അത് കാരണം ജാബിലിക്ക് കോടതിയിൽ വരേണ്ടി വന്നില്ല. ദാമു വക്കീൽ ചന്ദ്രശേഖരനെതിരെ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തിയതിനാൽ 78 ദിവസം ബെയിൽ പോലും കിട്ടാതെ ചന്ദ്രശേഖർ ജയിലിൽ കിടന്നു. ചന്ദ്രശേഖർ ഉറപ്പായിട്ടും 10-14 വർഷം ജയിലിൽ കിടക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് ചന്ദ്രശേഖരന്റെ കൂട്ടുകാരാണെങ്കിൽ ദേ ഇപ്പോൾ തേജയ്ക്കടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ചന്ദ്രശേഖരന്റെ കേസെല്ലാം പഠിച്ചു കഴിഞ്ഞ തേജ മോഹൻ റാവുവിനടുത്തെത്തി. എന്നിട്ട് ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം മോഹൻ റാവുവിനെ കാണിക്കും. കേസ് ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു കഴിഞ്ഞ മോഹൻ റാവു പറയുന്നത്, എന്തായാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾക്കൊരു കാര്യവുമില്ല, അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി വിട്. ഈ ഒരു കേസിന് യാതൊരുവിധ ഹോപ്പും ഇല്ലെന്നും മോഹൻ റാവു പറയും. അത് കേട്ട് തേജ പറയുന്നത്, സാർ ഇതിൽ കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ട്, അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ പയ്യൻ ഒരു തെറ്റും ചെയ്തതല്ല, നമുക്ക് അവനെ രക്ഷിക്കാമെന്നും മോഹൻ റാവുവിനോട് തേജ പറയുന്നു. പക്ഷെ ആ ഒരു കേസ് ഏറ്റെടുക്കുവാനായിട്ട് മോഹൻ റാവു തയ്യാറാകുന്നില്ല. വെറുതെ എന്റെ സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് മോഹൻ റാവു പോകുന്നതും. തേജ മോഹൻ റാവു അറിയാതെ ആ കേസ് വാദിക്കുവാനായും തീരുമാനിക്കുകയാണ്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ഫൈനൽ ജഡ്ജ്മെന്റ് ആണല്ലോ. ആ ദിവസം ചന്ദ്രശേഖരന്റെ വക്കീലായിട്ട് തേജ എത്തുകയാണ്. കോടതിയിലെത്തിയ തേജ തനിക്ക് വീണ്ടും റീട്രയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ അപ്പോഴും ജഡ്ജി ഞെട്ടിപ്പോവുകയാണ്. കാരണം ഫൈനൽ ജഡ്ജ്മെന്റ് ദിവസം അതും വിധി പ്രഖ്യാപിക്കുവാനായി പോവുകയാണ്. അപ്പോൾ വന്നിട്ട് വീണ്ടും റീട്രയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ എങ്ങനെ നടക്കാനാ എന്നൊക്കെ ജഡ്ജി ചിന്തിക്കും. അങ്ങനെ തേജയുടെ ആവശ്യം അവസാനം ജഡ്ജി അംഗീകരിക്കുകയാണ്. ദാമു വക്കീൽ ഹാജരാക്കിയ ഓരോ സാക്ഷികളെയും ഒന്നുകൂടി വിസ്തരിക്കുകയാണ് തേജ. ആദ്യമായിട്ട് വിളിച്ചത് ആ ഒരു മെഡിക്കൽ ഷോപ്പ് ഓണറിനെയായിരുന്നു. മെഡിക്കൽ ഷോപ്പ് ഓണറിനോട് തേജ ചോദിക്കുന്നുണ്ട്, ചന്ദ്രശേഖർ തന്നെയായിരുന്നു കോണ്ടം പാക്കറ്റ് വാങ്ങുവാനായി വന്നിരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് മെഡിക്കൽ ഷോപ്പ് ഓണർ പറയുന്നു, അല്ല, അവന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ കൂട്ടുകാരനെ വിസ്തരിക്കുവാനായിട്ട് വിളിക്കുകയാണ് തേജ. കൂട്ടുകാരനോട് ചോദിക്കും, ചന്ദ്രശേഖറിന് വേണ്ടിയിട്ടാണോ നീ ആ കോണ്ടം പാക്കറ്റ് വാങ്ങുവാനായി പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രശേഖർ അവന്റെ കാമുകിയുമായിട്ട് വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് അവന് കോണ്ടം പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തത്. പക്ഷെ അവനത് ഇഷ്ടമായില്ല, അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ദൂരെ എറിഞ്ഞു. ഞാനതൊരു തമാശയ്ക്ക് ചെയ്തതാണെന്നും കൂട്ടുകാരൻ പറഞ്ഞു. ദാമു വക്കീൽ ഹാജരാക്കിയ ആദ്യത്തെ സാക്ഷിയുടെ ഇപ്പോഴത്തെ മൊഴിയിൽ നിന്നും ചന്ദ്രശേഖരന്റെ മേൽ ആദ്യം ആരോപിച്ച ആ ഒരു കുറ്റം തെറ്റാണെന്ന് ഇപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായി. രണ്ടാമതായിട്ട് തേജ വിളിച്ചത് ചന്ദ്രശേഖർ ജാബിലിയെ ബൈക്കിൽ വിരട്ടിക്കൊണ്ടു പോകുന്നത് 3 പേർ അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് കണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവരെ 3 പേരെയാണ്. 3 പേരോടും തേജ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും 3 പേരുടെയും ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു. മാത്രമല്ല അവരെന്തൊക്കെയോ തപ്പിപ്പിടിക്കുന്നത് പോലെയും തേജയ്ക്ക് തോന്നി. അവർ 3 പേരും പറയുന്നത് കള്ളമാണെന്നും തേജയ്ക്കും മാത്രമല്ല ജഡ്ജിക്കും മനസ്സിലായി. ജഡ്ജി എങ്ങനെ ദാമു വക്കീലിനെ വഴക്കം പറയുന്നുണ്ട്. കാരണം കള്ളസാക്ഷിയായിട്ട് അവരെ കൊണ്ടുവന്നതല്ലേ, അതിന് ദാമു വക്കീലിനെ ഒരുപാട് ജഡ്ജി വഴക്ക് പറയും. അതിനുശേഷം തേജ ഒരു കാര്യം കൂടി കാണിച്ചു കൊടുക്കുന്നു. ചന്ദ്രശേഖരന്റെ വീടിനടുത്ത് ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയാണല്ലോ ഈ ജാബിലി. അപ്പോൾ ആ പെൺകുട്ടി കോടതിയിൽ വരാതെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് അവൾ മൊഴി കൊടുത്തിരുന്നു. അതിലെന്താണ് അവൾ പറയുന്നതെന്നാൽ ചന്ദ്രശേഖറും ജാബിലിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ചന്ദ്രശേഖർ ഒരിക്കലും അവളെ വിരട്ടി വീഡിയോയോ ഫോട്ടോയോ ഒന്നും തന്നെ എടുത്തിരുന്നില്ല. അവർ രണ്ടുപേരും വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പ്രണയിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് അവൾ അതിൽ പറഞ്ഞിരുന്നതും. തേജയുടെ കൃത്യമായ ഇടപെടൽ മൂലം ചന്ദ്രശേഖരന്റെ മേൽ ആരോപിച്ചിരിക്കുന്ന ഈ കുറ്റങ്ങളെല്ലാം കള്ളമാണെന്നുള്ളത് ഏകദേശം ഇപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അടുത്ത ഹിയറിംഗ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത ഹിയറിംഗ് ദിവസം എത്തി. അന്നേ ദിവസം ദേ ഇപ്പോൾ ദാമു വക്കീല് അടുത്തൊരു തെളിവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്തെന്നാൽ ജാബിലിയുടെ ഫാമിലിയില് അവളുടെ ഒരു ചേച്ചിയുടെ കല്യാണത്തിനായിട്ട് ചന്ദ്രശേഖരനെ ക്ഷണിച്ചിരുന്നു. കല്യാണം നടക്കുന്ന സമയം എല്ലാവരും ഓടിച്ചോടിപ്പിലക്കി നിന്ന് ഫോട്ടോ എടുക്കുന്നു. ജാബിലി ആരും അറിയാതെ ആരുമില്ലാത്തൊരു സ്ഥലം നോക്കി അവിടേക്ക് ചന്ദ്രശേഖരനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് അവിടെ ആളൊഴിഞ്ഞ സ്ഥലത്തായിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിനകത്തേക്ക് ചന്ദ്രശേഖരനെയും കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു CCTV ഫുട്ടേജാണ് ദാമു വക്കീൽ കൊണ്ടുവന്നതും അത് ജഡ്ജിയെ കാണിക്കുന്നു. എന്നിട്ട് ദാമു വക്കീൽ പറയുന്നുണ്ട്, അവരുടെ കുടുംബത്തിലെ കുട്ടിയോടാണ് അവൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളവനെ ഒരിക്കലും പുറത്തിറങ്ങാനായിട്ട് അനുവദിക്കരുത്. അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെ കിടക്കണം. ഇവനൊരു കുറ്റവാളിയാണ്. അവൻ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം ഇപ്പോൾ ഈ ഒരു ഫുട്ടേജിൽ നിന്ന് മനസ്സിലായല്ലോ എന്നുള്ള കാര്യമെല്ലാം ദാമു വക്കീൽ അവിടെ വാദിക്കുന്നു. അതോടുകൂടി ചന്ദ്രശേഖർ കുറ്റവാളിയാണെന്നുള്ള കാര്യം കോടതിക്ക് വീണ്ടും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ഫുട്ടേജ് കണ്ടതോടുകൂടി തേജയുടെ കിളി പറന്നു. തേജയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തേയില്ല. തേജയുടെ കൈവശം അതിനെതിരായിട്ട് വാദിക്കുവാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെയില്ല.
തേജയ്ക്ക് എന്ത് വാദിക്കണമെന്നേ അറിയത്തില്ല. അവരവിടെ പിണ്ടാതിരുന്നു പോയി. അവൻ ഇങ്ങനെ ഒരു കാര്യമുള്ളതേ അറിയത്തില്ലല്ലോ. അങ്ങനെ ഫൈനൽ ജഡ്ജിമെന്റിനുള്ള ദിവസവും ജഡ്ജി പ്രഖ്യാപിച്ചു. എന്തായാലും ആ ദിവസം ചന്ദ്രശേഖർ അകത്ത് പോയത് തന്നെ. പോക്സോ കേസിൽ ഒരിക്കലും അവൻ പുറത്തിറങ്ങില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. തേജ ചന്ദ്രശേഖരന്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ചോദിക്കുന്നു, നിങ്ങളുടെ ഈ ഒരു കേസ് ഏറ്റെടുത്തത് തന്നെ എന്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ആ വീഡിയോ കണ്ടതോടുകൂടി തേജ വല്ലാതെ അപ്സെറ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ കേസ് ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് തേജ അവിടെ നിന്ന് പോകുന്നതും. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും മോഹൻ റാവുവിന്റെ ഓഫീസിലേക്ക് പോകാറുമില്ല. കേസിനെ പറ്റി ഒന്നും ചർച്ച ചെയ്യാറുമില്ലായിരുന്നു. അത് കാരണം മോഹൻ റാവു തേജയെ പറ്റി അന്വേഷിക്കും. കുറച്ചു ദിവസമായില്ല അവനെ കണ്ടിട്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഓഫീസിലുള്ള മറ്റൊരു സ്റ്റാഫ് പറയുന്നുണ്ട്, സാർ അന്നത്തെ ഒരു പോക്സോ കേസിലെ അത് തേജ വാദിക്കുവാനായി എടുത്തിരുന്നു. പക്ഷെ അവനതിൽ സക്സസ് ആയില്ല. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവനെ കാണാത്തത്. ആ ഒരു കേസ് കാരണം സാറിന്റെ മുഖത്ത് നോക്കാനും പറ്റാത്ത അവസ്ഥയെ അവനിപ്പോൾ. അതുകൊണ്ട് അവനിപ്പോൾ ഓഫീസിൽ വരാത്തതെന്നും ആ ഒരു സ്റ്റാഫ് പറയുന്നു. അത് കേട്ടുകഴിഞ്ഞ മോഹൻ റാവു അടുത്ത ദിവസം തന്നെ തേജയെ കാണുവാനായിട്ട് പോകും. എന്നിട്ട് തേജയോട് പറയുന്നുണ്ട്, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എന്തുകൊണ്ടാ ഞാൻ നിനക്ക് കേസ് തരാതിരുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? നീ നല്ല കഴിവുകളൊക്കെയുള്ള ആളാണ്. പക്ഷെ നിനക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിലും നിനക്ക് ആവേശം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് എല്ലാത്തിലും അബദ്ധം പറ്റിപ്പോകുന്നതും. നീ ഒരു നല്ലൊരു വക്കീലല്ലേ? നീ ഒരു കാര്യം ചെയ്യണം. എല്ലാത്തിന്റെയും ഉത്തരം കണ്ടുപിടിക്കാതെ നീ ചോദ്യം ചോദിക്കുവാനായി തുടങ്ങ്. ആ വീഡിയോയിൽ എന്താ കണ്ടത്? ആ ഒരു പെൺകുട്ടിക്കൊപ്പം ചന്ദ്രശേഖർ റൂമിൽ കയറി പോകുന്നത്. ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു ആൺകുട്ടി റൂമിൽ കയറി പോയാൽ അത് അപ്പോഴേ മോശമാകുമോ? ആ റൂമിനുള്ളിൽ പോയി അവരെന്താണ് ചെയ്തതെന്ന് നീ ആദ്യം അന്വേഷിക്കണം. മറ്റുള്ളവർ ചന്ദ്രശേഖരനെ കുറിച്ച് കരുതിയതുപോലെ നീയും അങ്ങനെ കരുതാതെ അവരതിനുള്ളിൽ എന്താണ് ചെയ്തതെന്ന് നീ ആദ്യം ചോദിച്ച് മനസ്സിലാക്ക്. ആ റൂമിനുള്ളിൽ അവർ രണ്ടുപേരും എന്താണ് ചെയ്തിരുന്നതെന്ന് നീ അവരോട് തന്നെ ചോദിക്ക്. നീ ഒരു കേസിൽ തോക്കുന്നതോ ജയിക്കുന്നതോ അല്ല പ്രധാനം. നിനക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം നീ അവരോട് ചോദിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് മോഹൻ റാവു ആണെങ്കിൽ തേജയെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ചന്ദ്രശേഖരന്റെ അച്ഛനും അമ്മയും മങ്കാപതിയുടെ വീട്ടിൽ വന്ന് മങ്കാപതിയുടെ കാലിൽ വീണ് കെഞ്ചുകയാണ്. എന്നാൽ മങ്കാപതി പറയുന്നത്, എന്റെ വീട്ടിലുള്ള പെൺകുട്ടിയെ പുറത്തുനിന്നൊരുത്തൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലമെന്നുള്ളത് അവൻ ഇതിലൂടെ മനസ്സിലാക്കണം. അതിന് നിങ്ങളുടെ മകന് ശിക്ഷ കിട്ടണം. നിങ്ങളെയൊക്കെ ആരാ ഇങ്ങോട്ട് കയറ്റിവിട്ടത് എന്നൊക്കെ പറഞ്ഞ് മങ്കാപതി വല്ലാതെ ചൂടാകുന്നു. ചന്ദ്രശേഖരന്റെ അച്ഛനും അമ്മയും എത്രയൊക്കെ കെഞ്ചിയിട്ടും മങ്കാപതി കേൾക്കുവാനായിട്ടും കൂട്ടാക്കുന്നില്ല. എന്നാൽ അതെല്ലാം കണ്ട് മാറി നിന്ന് കരയുകയാണ് ജാബിലിയും. ജാബിലിയുടെ അമ്മയ്ക്കും അതെല്ലാം കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. ജാബിലിയുടെ അമ്മ മങ്കാപതിയോട് ചോദിക്കുന്നുണ്ട്, കോർട്ടിലെ CCTV ഫുട്ടേജ് എന്തിനാ കാണിച്ചത്? അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ അമ്മ ചോദിക്കുന്ന സമയത്ത് മങ്കാപതി വല്ലാതെ ദേഷ്യപ്പെടുന്നു. സത്യത്തിൽ ഈ ഒരു പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നതിന് കാരണം ആ ഒരു CCTV ഫുട്ടേജ് ആണ്. അന്ന് കല്യാണം നടക്കുന്ന സമയത്ത് ജാബിലി ചന്ദ്രശേഖരനെ വിളിച്ചുകൊണ്ട് ആ റൂമിൽ കയറി പോകുന്നത് CCTVയിൽ റെക്കോർഡായിരുന്നല്ലോ. അത് ആ മണ്ഡപം നടത്തുന്ന ആളാണെങ്കിൽ കാണുകയും ആ ഒരു CCTV ഫുട്ടേജ് നേരെ മങ്കാപതിയെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. ദേ, പെൺകുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്നെന്നാ തോന്നുന്നത്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞാണ് കാണിച്ചു കൊടുക്കുന്നതും. അത് കണ്ട് മങ്കാപതിക്ക് വല്ലാതെ ദേഷ്യം വരും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ജാബിലിയെ മങ്കാപതി ഫോളോ ചെയ്യും. അങ്ങനെയാണ് വെറും ഒരു സെക്യൂരിറ്റിയുടെ മകനുമായിട്ടാണ് ജാബിലി അടുപ്പമെന്നത് മങ്കാപതിക്ക് മനസ്സിലായതും. ജാബിലി ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയ തക്കം നോക്കി തന്നെ മങ്കാപതി പോലീസുമായി ചെന്ന് ചന്ദ്രശേഖരനെ പൊക്കിയതും. ചന്ദ്രശേഖരനെ ഒരിക്കലും പുറത്തിറക്കരുത്, അവന് പുറലോകം കാണരുത് എന്ന വാശിയിൽ തന്നെയാണ് മങ്കാപതിയും. അങ്ങനെ ഫൈനൽ ജഡ്ജിമെന്റ് ദിവസം തേജയും ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. തേജ ജഡ്ജിയോട് പറയുന്നുണ്ട്, എനിക്ക് അന്ന് ചന്ദ്രശേഖരന്റെ മേൽ പോക്സോ കേസ് എടുത്ത ആ ഒരു പോലീസ് ഓഫീസറിനെ ഒന്നും കൂടി വിചാരണ ചെയ്യണം. അതിന് അനുമതി നൽകണമെന്നും ജഡ്ജിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ജഡ്ജ് അനുമതി നൽകുകയും ചെയ്തു. അതനുസരിച്ച് പോലീസുകാരനെ ചോദ്യം ചെയ്യുവാനായിട്ട് കോർട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് മങ്കാപതി വന്ന് പറഞ്ഞ ഉടനെ തന്നെ ചന്ദ്രശേഖരന്റെ മേൽ പോക്സോ കേസ് ചുമത്തിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടിയായി പോലീസുകാരൻ പറയുന്നത്, മങ്കാപതി CCTV ഫുട്ടേജ് കാണിച്ചു. അതിൽ ജാബിലി ചന്ദ്രശേഖരനെ കൂട്ടി ഒരു റൂമിലേക്ക് പോകുന്നതുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് എടുത്തതെന്നും പോലീസ് ഓഫീസർ പറയും. അത് കേട്ട് തേജ് പറയുന്നത്, അവർ രണ്ടുപേരും ആ റൂമിലേക്ക് പോയെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് കേസെടുക്കുമോ? അതിനുള്ളിൽ അവർ എന്താണ് ചെയ്തിരുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ദേഷ്യമെന്ന പോലീസ് ഓഫീസർ പറയുന്നത്, ഒരു ചെറുക്കനും പെണ്ണും ഒരു ആളില്ലാത്ത റൂമിനുള്ളിലേക്ക് കയറിപ്പോയാൽ എന്തായിരിക്കും ചെയ്യുക? തെറ്റ് തന്നെ ആയിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലൊന്നും ചോദിക്കാതെ കേസ് എടുത്തതെന്നും പറയും. തേജ് ജഡ്ജിയോട് പറയും,
ഈ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഒരു ചെറുക്കനും പെണ്ണും ആരുമില്ലാത്തൊരു റൂമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ തെറ്റാണ് നടക്കുന്നതെന്ന് സ്വയമേ അങ്ങ് കരുതിക്കൊണ്ടാണ് കേസെടുത്തത്, അല്ലാതെ സ്വന്തം കണ്ണാൽ കണ്ടത് കൊണ്ടല്ല. മാത്രമല്ല എനിക്ക് ചന്ദ്രശേഖരനെ ജാബിലിയെയും ഒന്ന് വിചാരണ ചെയ്യണമെന്നും തേജ പറയുന്നു. ഇത്രയും നാളായിട്ട് ഒരു 78 ദിവസമായിട്ടും ചന്ദ്രശേഖരനോട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നതെന്നോ ചന്ദ്രശേഖരന് പറയാനുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആരും ചോദിച്ചിട്ടേയില്ല. ദേ ഇപ്പോൾ തേജയാണ് അതിനൊരുങ്ങുന്നതും. അങ്ങനെ ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യുവാനായിട്ട് പ്രതി കൂട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ചന്ദ്രശേഖരനോട് തേജ് ചോദിക്കുന്നുണ്ട്, അന്നേ ദിവസം ആ ഒരു റൂമിൽ നിങ്ങൾ രണ്ടുപേരും എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അന്നേ ദിവസം അവിടെ അവർ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം ചന്ദ്രശേഖർ തുറന്നു പറയുന്നു. പക്ഷെ അത് നമ്മളെ കാണിക്കുന്നില്ല. ചന്ദ്രശേഖരന് പറയാനുള്ളതെല്ലാം കേട്ട് കഴിഞ്ഞ തേജ ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്നും ജാബിലിയെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ജാബിലിയെ ചികിത്സിച്ച ആ ഒരു ഡോക്ടറിനെ എനിക്ക് ഒന്നുകൂടി വിചാരണ ചെയ്യണമെന്നും തേജ ആവശ്യപ്പെടുന്നു. ജഡ്ജ് അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഡോക്ടറിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. സത്യത്തിൽ ജാബിലിയെ കോർട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് മങ്കാപതിയും ദാമവക്കീലും ഡോക്ടറിനെ ഇറക്കി കളിച്ചതാണ്. മങ്കാപതിയുടെ കയ്യിൽ നിന്നും ഈ ഡോക്ടർ ഒരുപാട് കാശ് വാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കോർട്ടിൽ തേജ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും തോറും ജാബിലിക്ക് ബൈപോളാർ ഡിസോർഡർ ഉണ്ട്, മാത്രവുമല്ല അവൾ വല്ലാത്തൊരു ട്രോമയിലാണെന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഡോക്ടറിന് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. ഈ അസിസ്റ്റന്റിനെ അവിടേക്ക് വിളിച്ചു വരുത്തും. എന്നിട്ട് തേജ ചോദിക്കും, അന്നേ ദിവസം ജാബിലി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായിട്ട് വന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണോ? അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നത് അതെ, സത്യം തന്നെയാണ്. ആ പെൺകുട്ടിക്ക് ബൈപോളാർ ഡിസോർഡറും പിന്നെ എന്തൊക്കെയോ ട്രോമയിലൂടെയാണ് അത് കടന്നു പോകുന്നതെന്നൊക്കെ ഉള്ളത് സത്യം തന്നെയാണ് എന്നുള്ള കാര്യം അസിസ്റ്റന്റ് പറയുന്നു. അങ്ങനെ അത് കേട്ട് തേജയാണെങ്കിൽ അന്നേ ദിവസം ജാബിലിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതാ കുട്ടിയുടെ അമ്മയാണെന്നും അസിസ്റ്റന്റ് പറയുന്നു. അങ്ങനെ തേജയാണെങ്കിലും ജാബിലിയുടെ അമ്മയുടെ ഫോട്ടോയും പിന്നെ ചന്ദ്രശേഖരന്റെ അമ്മയുടെ ഫോട്ടോയും പിന്നെ തേജയുടെ അമ്മയുടെ ഫോട്ടോയും കാണിച്ചിട്ട് ഇതിൽ ആരാണ് അന്ന് ജാബിലിയെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആ അസിസ്റ്റന്റ് ആണെങ്കിൽ നേരെ ഒരു ഫോട്ടോയിൽ തൊടും. അത് സത്യത്തിൽ ചന്ദ്രശേഖരന്റെ അമ്മയുടെ ഫോട്ടോയായിരുന്നു. എന്നിട്ട് പിന്നെ മാറിയിട്ട് അയ്യോ ഇതല്ല, ദേ ഇതെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫോട്ടോയിൽ തൊടുന്നു. സത്യത്തിൽ അത് തേജയുടെ അമ്മയുടെ ഫോട്ടോയിലായിരുന്നു. ജാബിലിക്ക് അസുഖമാണെന്നൊക്കെ പറഞ്ഞത് കള്ളമാണെന്നും ഇപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഹിയറിംഗിൽ ജാബിലിയും കോടതിയിലേക്ക് കൊണ്ടുവരണമെന്നും ജഡ്ജി ഉത്തരവിട്ടു. അത് കാരണം മങ്കാപതിക്ക് വല്ലാത്ത ദേഷ്യം. താൻ കേസിൽ തോറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മങ്കാപതിക്ക് മനസ്സിലായി. ഉടനെ തന്നെ വീട്ടിലെത്തിയ മങ്കാപതി ജാബിലിയോടും അവളുടെ അമ്മയോടും അവിടെയുള്ള അവളുടെ മുത്തശ്ശനോടും ഒക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ജാബിലിയെ അടുത്ത ഹിയറിംഗിൽ കോടതിയിലേക്ക് കൊണ്ടുവന്നാൽ അവൾ ചന്ദ്രശേഖരനെതിരായിട്ട് മൊഴി കൊടുക്കാവൂ. അവളെ അവൻ റേപ്പ് ചെയ്തു എന്ന് തന്നെ സമ്മതിക്കണമെന്നും മങ്കാപതി പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ അടുത്ത ഹിയറിംഗ് ദിവസം അന്നാണ് വീണ്ടും അടുത്ത ഫൈനൽ ജഡ്ജിമെന്റും തീരുമാനിച്ചിരിക്കുന്നത്. അന്നേ ദിവസം മങ്കാപതിയും ദാമു വക്കീലും ചേർന്ന് ഒരു കളി കളിച്ചു. ജാബിലിയെ കാണാനില്ല, രാവിലെ മുതൽ അവൾ മിസ്സിംഗ് ആണെന്നും ജഡ്ജിനോട് പറയുന്നു. അത് കാരണം ജഡ്ജിന് എന്ത് ചെയ്യാൻ പറ്റും? ജാബിലി മിസ്സിംഗ് അല്ലേ. ജാബിലി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചന്ദ്രശേഖരനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ അവൾ സംസാരിക്കൂ എന്നുള്ള കാര്യം മങ്കാപതിക്ക് അറിയാമായിരുന്നു. എന്നാൽ ചന്ദ്രശേഖർ പുറത്തിറങ്ങുമെന്ന് പേടിച്ചാണ് ഇപ്പോൾ ദാമു വക്കീലും മങ്കാപതിയും ആ ഒരു കളി കളിച്ചതും. ജഡ്ജി പറയുന്നുണ്ട്, ജാബിലി വന്നാൽ മാത്രമേ ഈ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനാകൂ. ജാബിലി വന്നാൽ മാത്രമല്ലേ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ അതിനു പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ പോയാൽ ചന്ദ്രശേഖരനെ വീണ്ടും റിമാൻഡ് ചെയ്യും. അവന് ബെയിൽ പോലും കിട്ടാതെ അവൻ ജയിലിൽ കിടക്കേണ്ടി വരും. എന്നാൽ അതേ സമയം തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജാബിലിയും കൂട്ടി അവളുടെ അമ്മ കോടതിയിലേക്ക് എത്തുന്നു. സത്യത്തിൽ അന്ന് രാവിലെ കോർട്ടിലേക്ക് പോകുവാനായിട്ട് ജാബിലിയും കൂട്ടി അവളുടെ അമ്മ റെഡിയാവുകയായിരുന്നു. അതേസമയം വീട്ടിലേക്ക് എത്തിയ മങ്കാപതി ആണെങ്കിൽ ഇന്ന് കോർട്ടിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല, ജഡ്ജി ലീവാണെന്ന് പറയുന്നു. എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ടുന്ന മുത്തശ്ശനാണെങ്കിൽ ഒരു സംശയം. മുത്തശ്ശൻ ഉടനെ തന്നെ കോർട്ടിൽ വിളിച്ചിട്ട് ജഡ്ജി ലീവാണോ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ലീവ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. അങ്ങനെയാണ് ജാബിലിയും കൂട്ടി അവളുടെ അമ്മ ദേ ഇപ്പോൾ കോർട്ടിലേക്ക് എത്തിയിരിക്കുന്നതും. അത് കാണുന്ന മങ്കാപതിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരും. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് മങ്കാപതി. അങ്ങനെ ജഡ്ജാണെങ്കിൽ ജാബിലിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് യഥാർത്ഥത്തിൽ ആ റൂമിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് എന്താണ് ആ റൂമിൽ നടന്നതെന്ന് കാണിക്കുന്നതും. യഥാർത്ഥത്തിൽ ആ റൂമിൽ എന്താണ് സംഭവിച്ചതെന്നാൽ ജാബിലിയുടെ സഹോദരിയുടെ കല്യാണമായിരുന്നല്ലോ അന്ന്. ആരും കാണാതെ ചന്ദ്രശേഖരനെ അവൾ റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവൾ പറയുന്നത്, ഇന്നെന്റെ ചേച്ചിയുടെ കല്യാണമല്ലേ, ഇതുപോലെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കും കല്യാണം നടക്കും, നമുക്ക് അതിനു മുമ്പ് ഒന്ന് ട്രയൽ നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് താലി കെട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അവർ ചുമ്മാ കളിക്കുന്ന രീതിയിലൊന്ന് നോക്കിയത്, അല്ലാതെ വേറൊന്നും അവർ അതിനുള്ളിൽ ചെയ്തിട്ടേയില്ല. ചന്ദ്രശേഖരൻ മോശമായിട്ടുള്ള ഒരു രീതിയിലും ജാബിലിയോട് പെരുമാറിയിട്ടില്ല. ആ ഒരു കാര്യങ്ങളെല്ലാം ദേ ഇപ്പോൾ ജഡ്ജിക്ക് മനസ്സിലായിട്ടുണ്ട്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ജഡ്ജിക്ക് ഇത് ചന്ദ്രശേഖരനെ മനഃപൂർവ്വം
കുടുക്കിയതാണെന്ന് മനസ്സിലാക്കി ചന്ദ്രശേഖരനെ പുറത്തുവിടുകയാണ്. അങ്ങനെ കുറെ മാസങ്ങൾക്ക് ശേഷം ചന്ദ്രശേഖർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നു. അവന്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷമായി. ചന്ദ്രശേഖരന്റെ നിരപരാധിത്വമെല്ലാം ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണല്ലോ. ചന്ദ്രശേഖരനെതിരായിട്ട് കള്ളസാക്ഷികളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ദാമുവിനും പിന്നെ മങ്കാപതിക്കും പണി കിട്ടി. മങ്കാപതിയെ കോടതി ശിക്ഷിച്ചു. മങ്കാപതിയെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് മങ്കാപതി തന്റെ സഹോദരി ഒന്ന് വിരട്ടുവാനായി നോക്കി. എന്നാൽ സഹോദരിയാണെങ്കിൽ മങ്കാപതിക്കിട്ട് 2 അടി കൊടുക്കും. പെൺകുട്ടികളെ കുറിച്ച് പറയുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം പറയാനെന്ന് സഹോദരി വിരട്ടുന്നുണ്ട്. അത് കാണുന്ന മങ്കാപതിക്ക് വല്ലാതെ ദേഷ്യം വരും. ഓ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ബന്ധുക്കളാകാൻ പോവുകയാണല്ലേ, കാണിച്ചു തരാം, എല്ലാം നടക്കുന്നതെന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിരട്ടിയിട്ടാണ് മങ്കാപതി അവിടെ നിന്ന് പോകുന്നത്. അവനെ ഈ കേസിൽ നിന്നും പുറത്തു വരാനായിട്ട് സഹായിച്ച് തേജയും അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. തേജ എന്നൊരാൾ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ചന്ദ്രശേഖർ ഒരു 10-14 വർഷം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നേനെ. അവന്റെ ജീവിതവും എല്ലാം അവന് നഷ്ടമായേനെ. തേജ അറ്റൻഡ് ചെയ്ത ആദ്യത്തെ കേസ് തന്നെ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൽ കേസിന്റെ ഡീറ്റെയിൽസുമായി മോഹൻ റാവുവിന്റെ അടുത്തേക്ക് എത്തും. താൻ കേസ് ജയിച്ചു എന്നുള്ള കാര്യം മോഹൻ റാവുവിനോട് പറയുന്നു. മോഹൻ റാവുവിനും ഒരുപാട് സന്തോഷമായി. നീ ഇനി മുതൽ എന്റെ ജൂനിയർ അല്ല, നീ ഇനി മുതൽ ലോയർ തേജയാണ്. നീ ഭാവിയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വക്കീലാകുമെന്നും മോഹൻ റാവുവിനെ അനുഗ്രഹിക്കും. മറ്റൊരു വശത്ത് ചന്ദ്രശേഖരനെയും ജാബുലിയുമാണ് കാണിക്കുന്നത്. ജാബുലിക്ക് ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. നിയമത്തിന്റെ ഒരു തടസ്സവും ഇല്ലാതെ ജാബിലിയും ചന്ദ്രശേഖറും ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.